ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യേൻ്റെ കൂടെ ഉണ്ടാക്കുന്ന പുളിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനു വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 3 വലിയ തുണ്ട് വെളുത്തുള്ളിയാണ്, വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 4 പച്ചമുളക്, പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, വറ്റൽമുളക്, ശർക്കര. ഇഞ്ചിയെല്ലാം നമ്മൾ നന്നായി കഴുകി എടുത്തതിന് ശേഷമാണ് അരിഞ്ഞെടുത്തത്. വെളുത്തുള്ളി കുറച്ച് വലുതാക്കി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, വലിയ കഷ്ണങ്ങളാക്കി തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പുളി നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കണം. നമ്മളിവിടെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ആ ചട്ടിയിലേക്ക് പുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. കട്ടിയിലാണ് കേട്ടോ പുളി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് ശർക്കരയാണ്. ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റി എടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക് എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കണം. പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ പുളിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം. ഇനി നമുക്കിതൊന്ന് വറവിടണം. അതിന് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളെ പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓണത്തിന് നിങ്ങൾ ഈ പുളി ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.